ഈ സായാഹ്നത്തിൽ നിങ്ങളോട് ഒരുമിച്ച് അല്പസമയം ചെലവഴിപ്പാൻ തക്കവണ്ണം വലിയവനായിട്ടുള്ള ദൈവം എനിക്കൊരു ഭാഗ്യം നൽകിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങളിൽ അനേകരെ ഭൂരിപക്ഷം പേരെ എനിക്കറിയില്ല. പാസ്റ്റർ ജാക്സൺ ബ്രദറെ എനിക്കറിയാം, അജയ് ബ്രദറിനെയും പരിചയമുണ്ട്. അങ്ങനെ അല്പം ചില വ്യക്തികളെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. എങ്കിലും ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്ന ദൈവികമായിട്ടുള്ള ബന്ധത്തിനും കൂട്ടായ്മയ്ക്കുമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവമക്കൾ അവിടെവിടങ്ങളായിട്ട് കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിൻ്റെ നല്ല സാക്ഷികളായിട്ടൊക്കെ ജീവിക്കുകയും ചെയ്യുന്നു എന്ന് അറിയുന്നതും കേൾക്കുന്നതും ഒക്കെ വളരെ ഒരു അനുഗ്രഹമാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന സമയത്ത് സഭാവ്യത്യാസം കൂടാതെ മറ്റുള്ള വിശ്വാസികളെ അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും അവരുമായിട്ട് കൂട്ടായ്മ ബന്ധം പുലർത്തുവാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടത് വളരെ ഈ അന്ത്യകാലത്ത് ഒരുമിച്ച് നിൽക്കുവാനും കൈകോർത്ത് നിൽപ്പാനും ഒരുമിച്ച് പ്രാർത്ഥിപ്പാനും ഒക്കെ നമുക്ക് ദൈവം നൽകുന്ന അവസരങ്ങൾ എത്രയോ വലുതാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. എന്താണ് നിങ്ങളുമൊത്ത് എന്താണ് പങ്കുവെക്കേണ്ടത് എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്താണ്? എന്തിനാണ് ദൈവം നമ്മെ രക്ഷിച്ചത്? നമ്മുടെ രക്ഷയിൽ ദൈവത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? ഈ കാര്യങ്ങളെപ്പറ്റി അല്പമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മോട് ചോദിക്കുകയാണ്, എന്തിനാണ് ദൈവം നമ്മെ രക്ഷിച്ചത്? മനുഷ്യനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി അതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും നാം കേൾക്കുന്ന ഒരു മനുഷ്യനെ തന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക, സ്വർഗത്തിൽ കൊണ്ടുപോവുക, ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുവാൻ സഹായിക്കുക, പാപം ചെയ്യാതെ ജീവിക്കുവാൻ സഹായിക്കുക, സഹജീവികളെ സഹായിക്കുക, ഒരു നല്ല മകനായിട്ട് മകളായിട്ട് നല്ല ഭർത്താവായി ഭാര്യയായി പിതാവായി കൂട്ടുകാരനായി അയൽവാസിയായിട്ടൊക്കെ ജീവിക്കുക, സഭയിലാണെങ്കിൽ നല്ലൊരു കൂട്ടുവിശ്വാസിയായിരിക്കുക, പിന്നെ കഴിയുന്നിടത്തോളം നന്മ ചെയ്തൊക്കെ ജീവിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഉത്തരങ്ങളാണ് പലപ്പോഴും നാം മനസ്സിലാക്കുകയും പലപ്പോഴും നാം പറയുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ വേദപുസ്തകം ഇതിനെപ്പറ്റി എന്താണ് നമ്മോട് പറയുന്നത്? എന്താണ് ദൈവത്തിന്റെ മനസ്സിലുള്ള ചിന്ത? ദൈവം എന്താണ് നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഇത് അല്പമായിട്ടൊന്ന് നമുക്ക് നോക്കാം. ചില വാക്യങ്ങൾ പ്രാരംഭമായിട്ട് നമുക്ക് വായിക്കാം. ആദ്യമായിട്ട് നമുക്ക് റോമാലേഖനം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപനാകുവാൻ മുൻനിയമിച്ചുമിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതുമ്പോൾ ദൈവത്തിന്റെ പദ്ധതിയെ പറ്റി അവരോട് പറയുകയാണ്. അവൻ പറയാണ്, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുന്നേമിച്ചിരിക്കുന്നു. മുന്നേമിച്ചവരെ എന്തെല്ലാം ചെയ്തു എന്ന് അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. മുന്നേമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന് വായിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ഉദ്ദേശം ഈ വാക്യത്തിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനാണ് നമ്മെ മുന്നേമിച്ചത്. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്നുള്ളത് സ്വർഗത്തിൽ പോവുക, നല്ല മനുഷ്യനായി ജീവിക്കുക എന്നതിനേക്കാൾ ഉപരി
കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപരായി ജീവിക്കുക, അല്ലെങ്കിൽ അവന്റെ സ്വരൂപത്തെ പ്രതിഫലിപ്പിക്കുക എന്നതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. ഒരു വാക്യം കൂടി നമുക്ക് നോക്കാം. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. പത്രോസ് ചിതറിപ്പോയ വിശ്വാസികൾക്ക് എഴുതുന്ന സമയത്ത് തന്നെ പോലെയുള്ള വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്കാണ് എഴുതുന്നത് എന്ന് 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. നമുക്ക് അവിടെ തൻ്റെ ഭക്തിക്കും ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദിവ്യശക്തിയാൽ അവൻ നമുക്ക് നൽകിയിട്ടുണ്ട്, ദാനമായിട്ട് നൽകിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടവകാശികളായി തീരുക. ദൈവത്തിന്റെ സ്വരൂപത്തിന്, സ്വഭാവത്തിന് കൂട്ടവകാശികളായി തീരുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷെ ന്യായമായിട്ട് നമുക്ക് ചോദിക്കാം, ദൈവത്തിന്റെ സ്വഭാവം എന്താണ്? നാം ദൈവത്തെ പറ്റി പഠിക്കുന്ന സമയത്ത് 2 രീതിയിൽ ഉള്ള സ്വഭാവങ്ങൾ നാം ദൈവത്തിൽ കാണുന്നുണ്ട്. ഒന്ന്, കമ്മ്യൂണിക്കബിൾ, പകർന്നു തരുവാൻ സാധിക്കുന്ന സ്വഭാവങ്ങൾ. മറ്റൊന്ന്, പകർന്നു തരാൻ സാധിക്കാത്ത സ്വഭാവങ്ങൾ. എന്താണ് പകർന്നു തരാൻ സാധിക്കാത്ത സ്വഭാവങ്ങൾ? ദൈവത്തിന്റെ നിത്യത, അവന്റെ സർവശക്തി, സർവജ്ഞാനം, സർവവ്യാപിത്വം, അവന്റെ മാറ്റമില്ലാത്ത ഇമ്മ്യൂട്ടബിലിറ്റി, ഇതെല്ലാം ദൈവത്തിന് നമുക്ക് പകർന്നു തരാൻ സാധിക്കില്ല. എന്നാൽ ദൈവത്തിന് പകർന്നു തരുവാൻ സാധിക്കുന്ന സ്വഭാവ ഗുണങ്ങൾ, സ്വഭാവ വൈശിഷ്ട്യങ്ങൾ നാം വേദപുസ്തകത്തിൽ അനേകമായിട്ട് കാണുന്നുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം, ഇങ്ങനെയുള്ള ദീർഘക്ഷമ, പരോപകാരം, ഇതെല്ലാം ദൈവത്തിന് നമുക്ക് പകർന്നു തരുവാൻ സാധിക്കുന്ന സ്വഭാവങ്ങളാണ്. അപ്പോൾ ഇവിടെ പത്രോസ് പറയുകയാണ്, ദിവ്യ സ്വഭാവത്തിന് കൂട്ടവകാശികളായി തീരുക എന്നുള്ളത് ദൈവത്തിന്റെ ഇങ്ങനെയുള്ള പകർന്നു തരുവാൻ സാധിക്കുന്ന, മനുഷ്യന് ദൈവം പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്ന ആ സ്വഭാവങ്ങൾ, അതിൽ കൂട്ടാളികളായി തീരുക എന്നുള്ളതാണ് മനുഷ്യനെ കുറിച്ച് ദൈവിക പദ്ധതി. ഇങ്ങോട്ട് വായിക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. അത് 18 മുതൽ ഒരു പ്രാർത്ഥനയാണ്. പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ്. നമുക്ക് ആ പ്രാർത്ഥന തുടക്കം മുതൽ തന്നെ വായിക്കാം. 16 മുതലാണ്. അതൊരു പ്രാർത്ഥനയാണ്. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൽ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലേഖനങ്ങളിൽ, പ്രത്യേകിച്ച് പൗലോസിന്റെ ലേഖനങ്ങളിൽ പൗലോസിന്റെ പ്രാർത്ഥനകളായിട്ട് ചില കാര്യങ്ങളൊക്കെ നാം വായിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനകളെ പറ്റി പഠിക്കുന്നത് തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള പഠനമാണ്. അത് ദൈവമക്കൾ ചെയ്യണം എന്ന് ഞാൻ ശുപാർശ ചെയ്യുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ പഠനങ്ങൾ, ആ പ്രാർത്ഥനയിൽ മുഴച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ പ്രധാനമായിട്ട് പൗലോസ് അടിവരയിട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സ്വയമായിട്ടുള്ള ആവശ്യങ്ങളോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രോഗം സൗഖ്യമാകണമെന്നോ, അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ നടക്കണമെന്നോ എന്നൊന്നുമല്ല. ആ പ്രാർത്ഥനകൾ വളരെ പ്രധാനമായിട്ടും പൗലോസ് ഊന്നി പറയുന്നത് ദൈവത്തിന്റെ
ആ ദൈവിക പദ്ധതി മനസ്സിലാക്കണം, ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കണം. ഇവിടെ ഈ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് പൗലോസ് പറയുകയാണ്, അതെങ്ങനെയാണ് അവസാനിക്കുന്നത്? ആ, വിശുദ്ധന്മാരോട് ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ നിറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവിക സ്വഭാവം അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വരൂപം, അത് നമ്മളിൽ പ്രതിഫലിപ്പിക്കുന്ന ആ നിറവിനെ പറ്റിയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അത് വരെ നിറഞ്ഞു വരണം എന്നാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഗോൾ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ജീവിത ലക്ഷ്യം എന്നുള്ളത് ഇതാണ്: ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരിക. അങ്ങനെ അതായിരിക്കണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ശരണപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാ വിശ്വാസിയും ഓരോ ദിവസവും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്: കർത്താവെ, ഇന്ന് നിന്റെ സ്വഭാവം എൻ്റെ ജീവിതത്തിൽ പ്രതിഫലിക്കണം, നിന്റെ സ്വരൂപം ലോകം എന്നിൽ കൂടി കാണണം എന്നുള്ളതാണ് ഒരു വിശ്വാസി യഥാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് എന്ന് ഞാൻ ഓർക്കുകയാണ്. അനേക വാക്യങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്നാൽ ഈ പ്രതിഫലനം അല്ലെങ്കിൽ ഈ ഉദ്ദേശത്തിന് വിരുദ്ധമായിട്ട് നിൽക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ വിരുദ്ധമായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളെ പറ്റി പ്രാരംഭമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ദൈവസ്വരൂപത്തെ യഥാർത്ഥമായിട്ട് പ്രതിഫലിപ്പിക്കുവാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് കർത്താവിന്റെ ആ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ സാധിക്കാത്തത് എന്നുള്ളത് ഒരു ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിന് തടസ്സമായിട്ട് റോഡ് ബ്ലോക്സ്, അതിന് വിരുദ്ധമായിട്ടോ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഈ കാര്യങ്ങളെ പറ്റി അല്പമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാനമായിട്ട് തടസ്സം എന്നുള്ളത് നമ്മുടെ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഡിപെൻഡൻസ് എന്നുള്ളതിനെ മലയാളത്തിൽ സ്വാതന്ത്ര്യം എന്നാണ്. എന്നാൽ ഞാൻ വിചാരിക്കുന്നത് സ്വന്തമായി ചിന്തിക്കുവാനും തീരുമാനങ്ങളും എടുക്കുവാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വയം ഭരണാവകാശം എന്ന് ഒരുപക്ഷെ നമുക്ക് അതിനെ നിർവചിക്കാം. നമുക്ക് അറിയാം, ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു വലിയൊരു ഫാക്കൽറ്റി, നമ്മുടെ ഒരു കഴിവാണ് സ്വയമായിട്ട് തീരുമാനിക്കാനുള്ള കഴിവ്, ഫ്രീ വിൽ. സ്വയം എവിടെ പോകണം, എന്ത് ചിന്തിക്കണം, എന്ത് പറയണം, എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ചിന്താ സ്വാതന്ത്ര്യം, ഇതെല്ലാം അതിൽ പെട്ടതാണ്. അപ്പോൾ ദൈവം നമുക്ക് ഈ സ്വാതന്ത്ര്യം നൽകിയപ്പോൾ തന്നെ എന്താണ് ദൈവത്തിന്റെ ഉദ്ദേശം, ഞാൻ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇത് മനസ്സിലാക്കണമെങ്കിൽ ഏദൻ തോട്ടത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ എല്ലാത്തിന്റെ ഒരു ആരംഭം, ഉൽപ്പത്തി അവിടെയാണല്ലോ. ഏദൻ തോട്ടത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നമുക്ക് പിന്നെ തിരിച്ചു വരാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് പെട്ടെന്നൊന്ന് കടന്നു പോകാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, അടുത്ത വാക്യം. എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവം ആദ്യമായിട്ട് മനുഷ്യനോട് പറയുന്ന ഒരു കൽപ്പനയാണ്, കമാൻഡ്മെന്റ്. തോട്ടത്തിൽ അനേക വൃക്ഷങ്ങളുണ്ട്, അതിൽ തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷമുണ്ട് എന്ന് 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അതും ഭക്ഷിക്കുവാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവവൃക്ഷം ഭക്ഷിക്കുവാൻ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജീവവൃക്ഷം ഭക്ഷിച്ചാൽ
എന്നേക്കും ജീവിക്കുന്ന ഒരു അനുഭവമാണ് അതിൽ കൂടി ലഭിക്കുക എന്നുള്ളത് 3-ാം അധ്യായത്തിലേക്ക് അവസാനം നമുക്ക് കാണാം. അവൻ ജീവവൃക്ഷം കൂടി പറിച്ചു തിന്ന് എന്നേക്കും ജീവിക്കുവാൻ ഇടയാകുമ്പോൾ എന്നേക്കും ജീവിക്കുവാനുള്ള ഒരു ഫലമായിരുന്നു ജീവവൃക്ഷം. എന്നേക്കും ജീവൻ ലഭിക്കുന്ന ഒരു ഫലം ആയിരുന്നു ജീവവൃക്ഷം. എന്നാൽ ഇവിടെ പറയുകയാണ്, ഒരു വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഈ മരണം എന്നുള്ള പദം ആദ്യമായിട്ട് നമ്മൾ ഇവിടെ കാണുന്നു. എന്താണ് ജീവൻ, എന്താണ് മരണം? ഇത് നാം മനസ്സിലാക്കണം. യഥാർത്ഥമായിട്ട് ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ ദൈവവചനത്തിൽ പറ്റി നിത്യജീവൻ, നിത്യനാശം, മരണം എന്നുള്ള പദങ്ങൾ വീണ്ടും 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 ഉപയോഗിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലൊക്കെ നമുക്ക് കാണുന്നുണ്ട്. എന്താണ് ഇതിന്റെ അർത്ഥം എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് ദൈവം പറഞ്ഞു എങ്കിലും തിന്ന നാളിൽ അല്ലെങ്കിൽ 3-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് ആ വൃക്ഷത്തിന്റെ ഫലം യും അപ്പോൾ അവിടെ മരണം സംഭവിച്ചോ? അക്ഷരികമായിട്ട് ശാരീരികമായിട്ട് ഒരു മരണം സംഭവിച്ചായിട്ട് നാം കാണുന്നില്ല. പിന്നെയും അനേക വർഷങ്ങൾ ആദാം ജീവിച്ചിരുന്നു എന്ന് 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ദൈവം ഉദ്ദേശിച്ചത്? ദൈവം എന്താണ് അവിടെ നീ തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ തിന്ന നാളിൽ ദൈവവുമായിട്ടുള്ളൊരു ബന്ധം വിച്ഛേദിക്കപ്പെട്ടു, ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. അവനാണ് എന്നേക്കുമായിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ദൈവത്തിൽ നിന്നുള്ള കൂട്ടായ്മ ബന്ധത്തിൽ ജീവിച്ചിരുന്ന വ്യക്തി ദൈവബന്ധത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്ന ആ അവസ്ഥയെയാണ് മരണം എന്നുകൊണ്ട് ദൈവം അവിടെ ഉദ്ദേശിച്ചത്. നാം എഫെസ്യർ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസ് പറയാണ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും അവൻ ജീവിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നകന്ന അതിക്രമങ്ങളിലും പാപങ്ങളിലും ജീവിക്കുന്ന ഒരവസ്ഥയെ മരണം എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ അതിന്റെ വിപരീതം ജീവൻ എന്താണ്? എന്നേക്കും ജീവിക്കും എന്ന് ദൈവം പറഞ്ഞപ്പോൾ ഈ ജീവവൃക്ഷം എന്തായിരുന്നു? ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ നിത്യതയോളം ജീവിക്കുക എന്നുള്ള അർത്ഥം ആണ് ആ ജീവൻ എന്നുള്ള പദത്തിന് അർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് നിത്യതയോളം ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ബന്ധത്തിൽ ജീവിക്കണം എന്നായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. അപ്പോൾ പാപം ചെയ്ത് പിന്നെ ആ ജീവവൃക്ഷം തിന്നു കഴിഞ്ഞാലുള്ള പ്രയാസം, പാപത്തിന്റെ അവസ്ഥയിൽ മനുഷ്യൻ ജീവിക്കും, അതായിരുന്നില്ല ദൈവത്തിന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്. മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ ദൈവത്തിന്റെ കൂട്ടായ്മയിൽ ദൈവത്തോട് ആലോചന ചോദിച്ച് ജീവിക്കണമെന്നായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. അപ്പോൾ നമുക്കൊരു അവിടെ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം എന്തുകൊണ്ട് തിന്നണ്ട? നമുക്കൊരു പക്ഷെ ന്യായമായിട്ട് ചോദിക്കാം, നല്ലതും ചീത്തയും അല്ലെങ്കിൽ നന്മയും തിന്മയും തമ്മിൽ അറിവ് തരുന്ന ഒരു വൃക്ഷത്തിന്റെ ഫലം അത് നല്ലതല്ലേ? എന്താണ് നന്മ, എന്താണ് തിന്മ, ഇത് വേർതിരിച്ചറിയുവാൻ, വിവേചിച്ചറിയുവാൻ തക്കവണ്ണം എന്നെ സഹായിക്കുന്ന ഒരു പഴം എന്തുകൊണ്ട് എനിക്ക് തിന്നൂടാ? നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് നന്മ ചെയ്യാം, തിന്മയിൽ നിന്ന് വേർപെട്ട് ജീവിക്കാം. ന്യായമായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ദൈവം അങ്ങനെയുള്ള അറിവ് മനുഷ്യനിൽ നിന്ന് തടഞ്ഞു വെക്കുകയാണോ ചെയ്തത്? മനുഷ്യൻ അത് അറിയണ്ട എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം? ഒരു കാര്യം നാം മനസ്സിലാക്കണം, എല്ലാ ദിവസവും മനുഷ്യനെ കാണുവാൻ, മനുഷ്യനുമായിട്ട് സംസാരിക്കുവാൻ, മനുഷ്യനുമായിട്ട് കൂട്ടായ്മ ആചരിക്കുവാൻ ദൈവം അവിടെ വരികയുണ്ടായി. അപ്പോൾ എന്തായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം? ആ ഏദൻ തോട്ടത്തിൽ അവൻ അറിയണം, എല്ലാ കാര്യങ്ങളും അറിയുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിച്ചു. എന്നാൽ ആ അറിവ് എങ്ങനെയായിരിക്കണം? സ്വയം നന്മ ഏതാണ് തിന്മ ഏതാണ് എന്ന് തീരുമാനിച്ച് അറിയുക എന്നതിനേക്കാൾ ഉപരി
ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിന്ന് നന്മതിന്മകളെ പറ്റി അറിയണം എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദാമിന് ഇത് ചെയ്യണോ, ഇത് വേണ്ടയോ എന്ന് അറിയണമെങ്കിൽ ദൈവത്തോട് ചോദിക്കാം. ദൈവം അവിടെ വരുന്നുണ്ട്, ദൈവവുമായിട്ട് കൂട്ടായ്മ അനുഭവിക്കുന്നുണ്ട്, ദൈവം സംസാരിക്കുന്നുണ്ട്, ദൈവവുമായിട്ട് നല്ലൊരു കോൺവെർസേഷൻ, ഒരു സംസാരം, ഒരു ഇടപഴകൽ എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ദൈവത്തോട് ഒന്ന് ചോദിക്കാം, ഇത് ചെയ്യണോ, ഇത് വേണോ, ഇത് വേണ്ട, ഇത് നല്ലതാണോ, ഇത് തിന്മയാണോ, ഇത് നന്മയാണോ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തെ കൂടാതെ നന്മയും തിന്മയും തിരിച്ചറിയുവാൻ അല്ലെങ്കിൽ തീരുമാനിക്കുവാനുള്ളൊരു കഴിവ് മനുഷ്യന് ഒരിക്കലും നല്ലതല്ല, അത് വേണ്ട, അത് കഴിക്കരുത് എന്നായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. അപ്പൊ ഇവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ പിശാച് നമ്മളോട് പറയുന്ന, അല്ലെങ്കിൽ പിശാച് അന്ന് ആദാമിനോടും ഹവയോടും പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ദൈവത്തെ പോലെ ആകും, ഗോഡ് വിൽ ബി ലൈക്ക് ഗോഡ്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ പോലെ ആകുവാൻ ആണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഗോഡ് ലൈക്ക്നെസ്. അപ്പോൾ എന്താണ് പിശാച് ഉദ്ദേശിച്ചത്? ദൈവത്തെ കൂടാതെ നന്മയും തിന്മയും നിർവചിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് ദൈവം നിന്നോട് പറയേണ്ട ആവശ്യമില്ല. നീ ഈ ഫലം ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് തീരുമാനിക്കുവാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരും. നമുക്കറിയാം ഡ്യൂപ്ലിക്കേറ്റ്സ്, അത് ഡ്യൂപ്ലിക്കേറ്റ് നോട്ടാണെങ്കിൽ അത് ഇറ്റ് വിൽ ബി വെരി ക്ലോസ് ടു ദ ഒറിജിനൽ. അത് യഥാർത്ഥമായിട്ടുള്ള നോട്ടിനോട് വളരെ സാമ്യമുള്ളതായിരിക്കും, അത് വിലയുള്ളതായിരിക്കും. ഒരു 5 രൂപയുടെ നോട്ട് ആരും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാറില്ല. 500 രൂപയുടെ നോട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് കാണാം. എന്നാൽ ഏറ്റവും വിലയുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയത്തിലാണ് നിങ്ങൾക്ക് ദൈവത്തെ പോലെ ആകാൻ സാധിക്കും. എങ്ങനെ? ഇത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്താണ് നന്മ, എന്താണ് തിന്മ. സ്വതന്ത്രമായിട്ട് ചിന്തിക്കുവാൻ തക്കവണ്ണം സ്വയം ഭരണം അവകാശം നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഭക്ഷിക്കാം. അത് ദൈവം അറിയുന്നു. അതുകൊണ്ടാണ് നിങ്ങളത് ഭക്ഷിക്കരുത് എന്ന് നിങ്ങളോട് പറഞ്ഞത്. ഈ ചതിയിൽ അവർ വീണുപോയി. ഇന്നും അനേകർ ഈ ഒരു ചതിക്കുഴിയിൽ വീണു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും അവനെ നാഥനും കർത്താവുമായിട്ട് അംഗീകരിക്കുകയും ഒരു ദൈവിക കൂട്ടായ്മയിൽ പോവുകയും കർത്താവിനെ അനുസരിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, ഞാൻ വിചാരിക്കുന്നു ന്യായമായിട്ടും ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു പോകുന്നു എന്നുള്ളതൊരു ദുഃഖസത്യമാണ്. ഈ ഒരു പ്രയാസം, ബുദ്ധിമുട്ട് എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് എന്നുള്ളതാണ് ഇന്ന് അല്പമായിട്ട് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം. എന്താണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹം? നാം കണ്ടു, നമ്മുടെ മാതാപിതാക്കൾ ആദാമും ഹവ്വയും ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്നാണ് എന്ത് നന്മ, എന്ത് തിന്മ എന്ന് തിരിച്ചറിയേണ്ടത്. അല്ലാതെ സ്വയം ഭരണാവകാശത്തിൽ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ, ചിന്താ സ്വാതന്ത്ര്യത്തിൽ ഏത് നന്മ ഏത് തിന്മ എന്ന് തീരുമാനിക്കാനല്ല ദൈവം ഉദ്ദേശിച്ചത്. നാം എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഒരു വാക്യം അവിടെ വായിക്കുന്നുണ്ട്. അടിസ്ഥാന സത്യങ്ങളെ പറ്റി എബ്രായ ലേഖന കർത്താവ് വിശ്വാസികളോട് പറയുന്ന ഒരു വാക്യം. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കാം. അതുകൊണ്ട് എബ്രായർ 6:1 അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്. അത് മതി. എല്ലാം ഒന്നും പറയാൻ സമയമില്ല. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വിശ്വാസ ജീവിതത്തിന്റെ ആദ്യ പടിയായിട്ട് എബ്രായ ലേഖന കർത്താവ് പറയുന്ന കാര്യമാണ്
നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള മാനസാന്തരം. ഇത് പല വിശ്വാസികൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് അവരുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാം. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഈ അടിസ്ഥാനപരമായിട്ടുള്ള സത്യം, അതായത് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാന പലക അല്ലെങ്കിൽ കല്ല് എന്ന് എബ്രായ ലേഖനകർത്താവ് പറയുന്ന ഈ സത്യം അനേക വിശ്വാസികൾക്ക് അവർക്ക് ഒരുപക്ഷെ ഇതിനെപ്പറ്റി നിർവചിക്കാൻ സാധിക്കുമായിരിക്കാം, എന്നാൽ അവരുടെ ജീവിതത്തിൽ നിന്ന് അത് സത്യമായിട്ട് പലരും മനസ്സിലാക്കിയിട്ടില്ല. എന്താണ് ഈ നിർജീവ പ്രവൃത്തി? നാം നല്ല പ്രവൃത്തികളെ പറ്റി കേട്ടിട്ടുണ്ട്, തിന്മയായിട്ടുള്ള പ്രവൃത്തികളെ പറ്റി കേട്ടിട്ടുണ്ട്. ബൈബിളിൽ അതുണ്ട്. ദുഷ്ടപ്രവൃത്തികൾ അല്ലെങ്കിൽ ദൈവത്തിന് ഹിതകരമല്ലാത്ത പ്രവൃത്തികൾ ഒക്കെ വളരെ നാം കേട്ടിട്ടുണ്ട്. എന്താണ് ഈ നിർജീവ പ്രവൃത്തി? നാം ഇപ്പോൾ കണ്ടു, ജീവൻ എന്നുള്ളത് കൊണ്ട് വേദപുസ്തകം നിർവചിക്കുന്നത് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുക എന്നുള്ളതിനെയാണ് യഥാർത്ഥ ജീവൻ. അല്ലാതെ ശ്വസിക്കുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ലോകത്തിൽ കഴിഞ്ഞുകൂടുക എന്നുള്ള അർത്ഥത്തിലല്ല ജീവൻ വേദപുസ്തകത്തിൽ നാം പലപ്പോഴും കാണുന്നത്. ദൈവവുമായിട്ടുള്ള ഒരു അടുത്ത ബന്ധത്തിൽ, കൂട്ടായ്മയിൽ, ഹൃദയംഗമായിട്ടുള്ള ബന്ധത്തിൽ, അടുപ്പത്തിൽ ജീവിക്കുന്ന ആ അവസ്ഥയെയാണ് ജീവൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വിപരീതം ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തോട് വിരോധമായി ശത്രുക്കളായി ജീവിക്കുന്ന അനുഭവത്തെയാണ് മരണം എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ജീവനില്ലാത്ത നിർജീവ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ നിർജീവ പ്രവൃത്തി? നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കാം. ഒന്ന്, വേദപുസ്തകത്തിൽ അനേകമായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തെ പറ്റി പറയുന്നുണ്ട്. അവരെടുത്ത ചില തീരുമാനങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിച്ചതായിട്ടും കാണുന്നുണ്ട്. നമുക്കൊരു ഉദാഹരണം നോക്കാം. നമുക്കൊരു ഉദാഹരണത്തിന് ഒരു ട്രെയിനിൽ ഒരു ടിക്കറ്റ് വാങ്ങിക്കാം. ട്രെയിനിൽ ഒരു ടിക്കറ്റ് വാങ്ങിക്കുന്നത് അത് നല്ല പ്രവൃത്തിയാണോ തിന്മയായിട്ടുള്ള പ്രവൃത്തിയാണോ എന്നൊരു ചോദിച്ചാൽ നമ്മൾ പറയും അത് നന്മയോ തിന്മയോ ഒന്നുമല്ല, അത് നമ്മളെല്ലാം വാങ്ങിക്കുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് എന്താണ് തെറ്റ് എന്ന് നമുക്ക് പറയാം. അത് വാങ്ങിക്കാം, വാങ്ങിക്കാതിരിക്കാം. എന്നാൽ ഒരു വ്യക്തി ബൈബിളിൽ ടിക്കറ്റ് എടുത്തു. ആ ടിക്കറ്റ് എടുത്ത് വലിയ പ്രശ്നത്തിലേക്ക് പോയി. നമുക്കറിയാം, യോനാ പ്രവാചകനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ആ ടിക്കറ്റ് എടുക്കുന്ന പ്രവൃത്തി അതെന്തുകൊണ്ട് ഇത്രയും വലിയ പ്രയാസത്തിൽ കൊണ്ട് കലാശിച്ചു? അത് നന്മയാണോ തിന്മയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്മയോ അല്ല തിന്മയോ അല്ല. എന്നാൽ ആ പ്രവൃത്തി ദൈവത്തോട് ആലോചിക്കാതെ, ദൈവത്തോട് ചോദിക്കാതെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിരുദ്ധമായി എടുത്തത് കൊണ്ട് ആ പ്രവൃത്തിയെ നമുക്ക് എന്തായിട്ട് ചിത്രീകരിക്കാം? നിർജീവ പ്രവൃത്തി, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് തന്റെ ഇഷ്ടത്തിന് എടുത്ത തീരുമാനം. മറ്റൊരു ഉദാഹരണം, ഇപ്പൊ ഈ മീറ്റിങ്ങിൽ കടന്നു വന്നിട്ടുള്ള എത്ര പേരുണ്ട് എന്ന് എണ്ണി നോക്കുന്നത് തെറ്റൊന്നുമല്ല. നമുക്ക് സൂം മീറ്റിങ്ങിന്റെ മുകളിൽ തന്നെ എത്ര പേര് വന്നിട്ടുണ്ട് എന്നൊക്കെ നോക്കാം, എണ്ണുന്നതിൽ തെറ്റൊന്നുമല്ല. എന്നാൽ വേദപുസ്തകത്തിൽ ഒരു വ്യക്തി എണ്ണി, തന്റെ ജനത്തെ എണ്ണി വളരെയധികം പ്രയാസമായി. നമുക്കറിയാം, ഞാൻ ദാവീദിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. പക്ഷേ ദൈവത്തോട് ആലോചിക്കാതെ, അഭിപ്രായം ചോദിക്കാതെ, ദൈവത്തിന്റെ ആലോചന ചോദിക്കാതെ സ്വയമായിട്ടെടുത്ത തീരുമാനം, ദൈവത്തെ കൂടാതെ എടുത്തൊരു തീരുമാനം, അത് നിർജീവ പ്രവൃത്തി. അതിനുള്ള ശിക്ഷ ദൈവം കൊടുത്തു എന്നൊക്കെ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിന്റെ അല്ലെങ്കിൽ കർത്താവിലേക്ക് വരുന്നതിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് എബ്രായ ലേഖനകർത്താവ് പറയാണ്, നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം. സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുവാൻ സ്വയംഭരണ അവകാശം എന്ന് നാം പറയുന്ന അവകാശം, അത് ദൈവസന്നിധിയിൽ അടിയറ വെക്കുക, അല്ലെങ്കിൽ അതിൽ നിന്നൊരു മാനസാന്തരം വരിക എന്നുള്ളതാണ്. അത് ഇന്ന് പലപ്പോഴും വിശ്വാസികളുടെ ജീവിതത്തിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. അവരിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, പ്രാർത്ഥനയ്ക്ക് ചോദിക്കുമ്പോൾ പലപ്പോഴും അവര് തീരുമാനം എടുത്തു, അതിന്റെ ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കുവാൻ തക്കവണ്ണമാണ് നാം പ്രാർത്ഥന ചോദിക്കുന്നത്.
അല്ലാതെ അതറിയുവാൻ, അല്ലെങ്കിൽ അതിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയുവാൻ അല്ല. ഞാനെടുത്ത തീരുമാനത്തിന് ദൈവീകമായിട്ടുള്ള അനുഗ്രഹം ലഭിക്കണം എന്നുള്ള ആഗ്രഹം, അല്ലെങ്കിൽ അതിന് വേണ്ടിയാണ് പലപ്പോഴും. ഒരു പക്ഷേ നാം പുകവലിക്കില്ല, മദ്യപിക്കില്ല, വ്യഭിചരിക്കില്ല, ഇതൊക്കെ ശരിയാണ്. എന്നാൽ എനിക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുവാൻ തക്കവണ്ണം ഇപ്പോഴും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് ചിന്തിക്കുന്നതാണ് നാം എന്ന് ചിന്തിച്ചാൽ നാം നിർജീവ പ്രവൃത്തികളിൽ നിന്ന് മാനസാന്തരപ്പെട്ടിട്ടില്ല. ഇപ്പോഴും എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ദൈവസ്വരൂപത്തിലേക്ക് നമ്മെ നടത്തുന്നതിൽ നിന്ന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. കർത്താവ് പറഞ്ഞ ഒരു ഉപമ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ സുപരിചിതമായിട്ടൊരു ഉപമയാണ് കർത്താവ് പറഞ്ഞത്. വളരെ ലളിതമായിട്ട് പറഞ്ഞൊരു ഉപമയാണ്. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ വായിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോവാം. ഞാൻ മുഴുവനായിട്ട് ഉപമയെ പറ്റി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതിൽ പ്രധാനമായിട്ടും കർത്താവ് ഊന്നൽ കൊടുക്കുന്ന 2-3 കാര്യങ്ങൾ പറയാം. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിന്റെ നമുക്കറിയാവുന്നതാണ്, പലർക്കും നമുക്കത് പലവട്ടം വായിച്ചതാണ്. എന്നാൽ ഇവിടെ ധൂർത്തുപുത്രൻ അല്ലെങ്കിൽ മുടിയനായിട്ടുള്ള പുത്രൻ എന്നൊക്കെ തലക്കെട്ട് കൊടുത്തതാണ് അതിന്. എന്നാൽ ഞാൻ ചിന്തിക്കുകയാണ്, കർത്താവ് ഒരു തലക്കെട്ട് കൊടുത്തിരുന്നെങ്കിൽ അത് ധൂർത്തുപുത്രൻ എന്ന് മാത്രമല്ല, ധൂർത്തുപുത്രനും ജ്യേഷ്ഠപുത്രൻ, ഈ 2 പേരെയും പറ്റി പറയാനാണ് ഈ ഉപമ കർത്താവ് പറയുന്നത്. നഷ്ടപ്പെട്ടു എന്ന് നാം പലപ്പോഴും പറയുന്നത് ഇളയ മകനാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിതാവിന്റെ സ്വത്ത് വാങ്ങി പിതാവിൽ നിന്ന് അകന്നുപോയി ആ സ്വത്ത് പല രീതിയിൽ അന്യായം ചെലവാക്കി മകനാണ് ഈ ധൂർത്തുപുത്രൻ. അപ്പോൾ നാം വിചാരിക്കുകയാണ് പലപ്പോഴും ഈ ധൂർത്തുപുത്രനാണ് ഈ 2 മക്കളിൽ ഏറ്റവും എന്താ പറയുക, പിതാവിനോട് അകന്ന് പോയ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന് നാം വിൽ കൺക്ലൂഡ്. അങ്ങനെയാണ് ഒരു പക്ഷേ നമ്മൾ അങ്ങനെയുള്ള ഒരു നിർവചനത്തിലേക്ക് നാം വരും. എന്നാൽ കർത്താവ് അവിടെ നിർത്തിയില്ല. ധൂർത്തുപുത്രന്റെ തിരിച്ചുവരവും അവന്റെ പിതാവ് അവനെ സ്വീകരിച്ച കാര്യവും ഒക്കെ പറഞ്ഞതിന് ശേഷം ആ ഉപമ ജ്യേഷ്ഠപുത്രനിലേക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് കർത്താവ് അവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം? ഒരു മകൻ കുടുംബത്തിൽ നിന്ന് അകന്ന് കുടുംബ സ്വത്ത് ധൂർത്തടിച്ചു, ചെലവാക്കി, എല്ലാം മുടിച്ചു, അങ്ങനെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കിയ ഒരു മകൻ. മറ്റൊരു മകൻ അപ്പന്റെ കൂടെ നിന്ന് അപ്പന്റെ വയലിൽ ജോലി ചെയ്ത് അപ്പന്റെ ഭവനത്തിൽ താമസിച്ച് അപ്പനെ എന്നും കണ്ട് ജീവിച്ച 2-ാമത്തെ മകൻ. അപ്പൊ ഇത് ന്യായമായിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏത് മകനാ നല്ല മകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് നമ്മൾ പറയും, ആരാണെങ്കിലും അത് വായിക്കുന്നവര് പറയും, പിന്നെ ജ്യേഷ്ഠപുത്രനല്ല, അവൻ ഉത്തരവാദിത്തപ്പെട്ടവനായിരുന്നു എന്ന് നാം പറയും. എന്നാൽ കർത്താവ് ഈ ഉപമ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഈ ജ്യേഷ്ഠപുത്രൻ അപ്പന്റെ ഭവനത്തിൽ ജീവിച്ചു, അപ്പനോട് കൂടെ ജീവിച്ചു, ഒക്കെ ശരിയാണ്. എങ്കിലും അപ്പനെ മനസ്സിലാക്കാതെയാണ് ജീവിച്ചത്. ഇവിടെയാണ് ഇന്റിമസി, ദൈവവുമായിട്ടുള്ള അടുപ്പം, അല്ലെങ്കിൽ പിതാവുമായിട്ടുള്ള ഹൃദയംഗമായിട്ടുള്ള ഹാർദവമായിട്ടുള്ള ഒരു അടുപ്പം ഈ മകനുണ്ടായിരുന്നോ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു. അവിടെ ആ ഭാഗത്തേക്ക് കടന്നു വരുന്നതിന് മുൻപ് പിതാവ് എങ്ങനെയാണ് ഈ 2 മക്കളോടും പെരുമാറിയത്? ഇറ്റ്സ് എൻ ഒബ്സർവേഷൻ. നമുക്കറിയാം, ദൈവത്തിന്റെ സ്വഭാവത്തോട് നാം അനുരൂപരാകണമെങ്കിൽ നാം ദൈവത്തെ വീക്ഷിക്കണം, ദൈവത്തെ കാണണം, ദൈവത്തെ നോക്കണം.
എബ്രായ ലേഖനം 11-ാം അധ്യായത്തില് വിശ്വാസ വീരന്മാരുടെ ഒരു വലിയ പട്ടിക ഉണ്ട്. ആ പട്ടിക എല്ലാം പറഞ്ഞു തീർന്നതിന് ശേഷം എബ്രായ ലേഖനകർത്താവ് 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ വിശ്വാസ വീരന്മാരെ നോക്കണം എന്നല്ല, അവരെല്ലാം വിശ്വാസത്തിൽ വളരെയധികം മാതൃക കാണിക്കുകയും വീരന്മാരായിട്ടുള്ള വ്യക്തികളായിരുന്നു. കൈ ഹാബേൽ തുടങ്ങിയുള്ള വ്യക്തികളുടെ ഒരു വലിയൊരു ലിസ്റ്റ് അവിടെ കാണുന്നുണ്ട്. എന്നാൽ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് അവരെ നോക്കണം എന്നല്ല, അബ്രഹാമിനെ നോക്കണമെന്നോ ദാവീദിനെ നോക്കണമെന്നോ മോശയെ നോക്കണം എന്നൊന്നും അല്ല അവിടെ പറയുന്നത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കണം. ലുക്കിംഗ് അൺ ടു ജീസസ്, ദി ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് ഫെയ്ത്ത്. നമ്മുടെ കർത്താവിനെ വളരെ സൂക്ഷ്മമായിട്ട് നോക്കണം എന്നാണ് അവിടെ എബ്രായ ലേഖനകർത്താവ് നമ്മോട് പറയുന്നത്. അപ്പോൾ ഇവിടെയും ഈ പിതാവിനെ ഒന്ന് നോക്കണം. പിതാവിന്റെ സ്വഭാവം, ഈ രണ്ട് മക്കളോടും പിതാവിന്റെ സ്വഭാവം ഒന്ന് നാം നോക്കേണ്ടത് ആവശ്യമാണ്. കുറച്ച് പെട്ടെന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ ഉപമ ആരംഭിക്കുമ്പോൾ തന്നെ ഇളയ മകൻ പറയണം, അപ്പ ആ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവന് മുതൽ പകുത്തു കൊടുത്തു എന്നല്ല അവിടെ വായിക്കുന്നത്, അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളയ പുത്രന് മാത്രമല്ല മൂത്ത പുത്രന്റെയും ആ സ്വത്തിന്റെ ഭാഗം അവനും കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്കും നീതി ആയിട്ട് പക്ഷപാതമില്ലാതെ ആ പിതാവ് തന്റെ സ്വത്ത് പകർന്നു കൊടുത്തു. നമുക്കറിയാം പഴയ നിയമത്തിൽ നിന്നൊക്കെ മൂത്ത പുത്രന് ഡബിൾ പോർഷൻ, ഇരട്ടി പങ്ക് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിന്റെ സ്വത്ത് 2 മക്കളുണ്ടെങ്കിൽ അത് 3ആയിട്ട് വിഭാഗിച്ച് 2 ഭാഗം മൂത്ത പുത്രനും 1 ഭാഗം ഇളയ പുത്രനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളയ പുത്രന് കിട്ടിയതിന്റെ 2 ഇരട്ടി ആ മൂത്ത പുത്രന് ലഭിച്ചു. അപ്പോൾ നീതിനിഷ്ഠയുള്ള, നീതിപൂർവമുള്ള, ധാർമ്മികത്വമുള്ള ഒരു പിതാവിനെയാണ് നാം അവിടെ കാണുന്നത്. രണ്ടാമതായിട്ട് ആ പിതാവ്, ആ പുത്രൻ അത് ചോദിച്ച സമയത്ത് തൻ്റെ സ്നേഹം അവിടെ വെളിപ്പെടുത്തുക. എന്താണ് ദൈവത്തിന്റെ സ്നേഹം എന്നുള്ളത്? നാം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ, ഫ്രീ വിൽ, ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ളതാണ്. ഒരു ബട്ടൺ അമർത്തി ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് സ്നേഹമല്ല. ഒരു ഭാര്യ ഭർത്താവിനോട് നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് അത് നാം സ്നേഹമായിട്ട് കണക്കാക്കില്ല. പിതാവ് തന്റെ മക്കൾ അവരുടെ സ്വയം തീരുമാന ശക്തിയിൽ നിന്ന് അവർക്ക് സ്നേഹിക്കുവാനും സ്നേഹിക്കാതിരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ആ സ്നേഹിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് പിതാവിനെ സ്നേഹിക്കണം, പിതാവിനോട് കൂടെ നിൽക്കണം, അവന്റെ സ്വന്തം ഇഷ്ടത്തിൽ എൻ്റെ കൂടെ നിൽക്കണം. അപ്പോൾ സ്നേഹനിധിയായിട്ടുള്ള ഒരു പിതാവ്. മൂന്നാമതായിട്ട് ആ പിതാവ് ആ പുത്രൻ പോയ സമയത്ത് ആ പുത്രന്റെ പുറകെ പോവുകയോ അവൻ പോയ സ്ഥലങ്ങളിൽ പോയതായിട്ടൊന്നും വായിക്കുന്നില്ല. സ്വന്തമായിട്ട് തീരുമാനം എടുത്ത ആ മകൻ എപ്പോഴാണോ തിരിച്ചു വരുന്നത്, ആ തിരിച്ചുവരവിന് വേണ്ടി ക്ഷമയോടെ നോക്കിക്കൊണ്ടിരുന്ന ഒരു പിതാവിനെ നാം അവിടെ കാണുന്നുണ്ട്. നാം ആ ധൂർത്തുപുത്രൻ താൻ പിതാവിന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ നടന്നാണ് വരുന്നത്. താൻ നിരുത്സാഹപ്പെട്ടു. ഇനി എങ്ങനെയാണ് അപ്പൻ എന്നെ സ്വീകരിക്കുക എന്നൊന്നും ഒരു ഉറപ്പില്ലാതെ, എന്നാൽ ഞാൻ പോകും, അവിടെയുള്ള ഒരു ദാസനെ പോലെയൊക്കെയാണ് എനിക്ക് ജീവിക്കാനാണെങ്കിൽ അത് മതി, അവിടെ എത്രയോ ദാസന്മാരുണ്ടല്ലോ, അതിലൊരു ദാസനെ പോലെ ജീവിക്കാം എന്നുള്ള ആഗ്രഹത്തിലൊക്കെയാണ് വരുന്നതെങ്കിലും നാം അവിടെ വായിക്കുന്നുണ്ട്, അവിടെ 20-ാം വാക്യം, അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി, ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മകൻ നടന്നാണ് പോയത്, അപ്പൻ ഓടി. The son walked, the father ran. മാത്രമല്ല അവനിൽ മനസ്സലിഞ്ഞു. അപ്പോൾ
ആ പിതാവിന്റെ എന്തൂസിയാസം, അത്യുത്സാഹം, ഊഷ്മളത, ഉത്സാഹം, ആവേശം, ഇതെല്ലാം നമ്മളിവിടെ കാണുന്നുണ്ട്. മകൻ സ്വന്തം ഇഷ്ടത്തിൽ പോയി എങ്കിലും തിരിച്ച് അവനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ ഉത്സാഹത്തോടുകൂടി, ആവേശത്തോടുകൂടി ആ മകനെ സ്വീകരിക്കുന്ന പിതാവ്. പിന്നെ അക്സെപ്റ്റൻസ്, ആ പിതാവ് തന്റെ മകനെ ആ അവസ്ഥയിൽ തന്നെ അംഗീകരിക്കുന്നത്. ഇനി പോയി നീ കുറച്ചൊന്ന് ജോലി ചെയ്യും, നീ നഷ്ടപ്പെട്ട പണം എല്ലാം ഒന്നുകൊണ്ട് വീണ്ടും ഉണ്ടാക്കി, ഇങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇനി എങ്ങനെയാണ് മകൻ ജീവിക്കുക എന്നുള്ളതിനെ പറ്റി ഉറപ്പില്ല. എന്നാൽ പിതാവ് കണ്ട ഒറ്റ കാര്യം, യെസ് കം ബാക്ക്, അവൻ തിരിച്ചു വന്നു, ഇതാ ഞാൻ അവനെ സ്വീകരിക്കുന്നു. ഉള്ള അവസ്ഥയിൽ നമ്മെ സ്വീകരിക്കുന്ന പിതാവ്. അതുപോലെ തന്നെ ആ പിതാവിന്റെ ആ പിതാവിന്റെ അനുകമ്പ, മനസ്സലിവ്, അതുപോലെ തന്നെ പിതാവിന്റെ സന്തോഷം, പിതാവ് അവനോട് ക്ഷമിച്ചത്, പിതാവിന്റെ ആഗ്രഹം, ഇതെല്ലാം ഈ കഥയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മ അവിടെ പറയുന്നത്? ഇതാണ് വാട്ട് ഫാദർ ഈസ് ലൈക്ക്. നീതിനിഷ്ഠയുള്ള, സ്നേഹനിധിയായിട്ടുള്ള, മകന്റെ അല്ലെങ്കിൽ ഒരു പാപിയുടെ തിരിച്ചുവരവിനെ ക്ഷമയോടെ കാത്തിരിക്കുന്ന, അതിൽ ഉത്സാഹം കാണിക്കുന്ന, ആവേശം കാണിക്കുന്ന, മനസ്സലിവ് തോന്നുന്ന, നമ്മെ ഉള്ള അവസ്ഥയിൽ നമ്മെ അംഗീകരിക്കുന്ന, നമ്മോട് ക്ഷമിക്കുന്ന, നമ്മുടെ കൂടെ സന്തോഷിക്കുന്ന ഒരു പിതാവിനെയാണ് നാം ഇവിടെ കാണുന്നത്. എന്നാൽ ഈ ജ്യേഷ്ഠപുത്രൻ, ഹി വാസ് വിത്ത് ദ ഫാദർ, പിതാവിനോടുകൂടി ആയിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്. പിതാവിന്റെ കൂടെ ഭക്ഷണം കഴിച്ചു, പിതാവിന്റെ കൂടെ ജീവിച്ചു, പിതാവിനോട് സംസാരിച്ചു, പിതാവിനോട് ഏറ്റവും അടുത്ത പിതാവിന്റെ ആ വയലിൽ വേല ചെയ്തു. ഇതൊക്കെ ശരിയാണെങ്കിലും he did not understand his father. തന്റെ പിതാവിനെ ആ മകൻ മനസ്സിലായില്ല. ഇത് ട്രാജഡി, വലിയ ദുരന്തമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ നാം വിശ്വാസികൾ എന്ന് പറയുകയും നാം സഭയിൽ പോവുകയും വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടും പിതാവിന്റെ സ്വഭാവം, ആരാണ് എൻ്റെ പിതാവ് എന്നതിനെ പറ്റി അറിയാതിരിക്കാൻ സാധ്യതയുണ്ട്. ഈ ജ്യേഷ്ഠപുത്രൻ അതിനൊരു ഉദാഹരണമാണ്. താൻ വയലിൽ നിന്ന് കടന്നു വരുന്ന സമയത്ത് എന്താണ്, നിന്റെ സഹോദരൻ വന്നു, ഇതെന്തെന്ന് ചോദിച്ചു. 27-ാം വാക്യം, നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയത് കൊണ്ട് തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു. അവിടെയും പിതാവിന്റെ സ്വഭാവം കാണുന്നു. പിതാവിന് ഒറ്റ കാര്യം അറിയണമായിരുന്നു, ഇസ് ഹി വെൽ? എന്റെ മകനെ സൗഖ്യത്തോടെ കിട്ടിയത് കൊണ്ട് സന്തോഷിച്ചു. അതാണ് ആ ദാസൻ പറഞ്ഞത്. അപ്പോൾ then he was angry. 28-ാം വാക്യത്തിൽ, അപ്പോൾ അവൻ കോപിച്ചു, അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നു, അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. ഈ കാര്യം കേട്ടപ്പോൾ സന്തോഷത്തിന് പകരം അവന് ദേഷ്യം വന്നു, കോപം വന്നു. എന്തുകൊണ്ട് കോപം വന്നു? ഈ മകൻ തിരിച്ചു വരുന്നത് ആ ജ്യേഷ്ഠ സഹോദരന് അംഗീകരിക്കാൻ സാധിച്ചില്ല. അപ്പൻ അവനെ അംഗീകരിച്ചത് അവന് സഹിക്കുവാൻ സാധിച്ചില്ല. അപ്പന്റെ ആ ഉത്സാഹവും ആ ആവേശവും അവന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അവന് വേണ്ടി ക്ഷമയോടെ കാത്തിരുന്ന പിതാവിനെ അവൻ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഹി നെവർ, അത് ഒരിക്കലും തന്റെ സ്വഭാവമായിട്ട് അല്ലെങ്കിൽ തന്റെ ഉള്ളിലേക്ക് അത് കടന്നില്ല. അതുകൊണ്ട് അവന് കോപം വന്നു. ഒരുപക്ഷെ ആ മകനെ പറ്റി പിതാവ് സംസാരിച്ചു കാണും. നഷ്ടപ്പെട്ടു പോയ ആ മകൻ ഇരുന്ന അവരുടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇരുന്ന ആ കസേര ഒഴിഞ്ഞു കിടക്കുന്നത് ഒരുപക്ഷെ പിതാവ് ദുഃഖത്തോട് നോക്കിയത് അവൻ കണ്ടു കാണും. ഇതെല്ലാം ശരിയാണ്. എങ്കിലും ആ പിതാവിന്റെ ഹൃദയം അവന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ പിതാവിന്റെ സ്വഭാവം അവന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ അവന് സാധിച്ചില്ല. അവൻ ദേഷ്യം വന്നു. അപ്പൻ വീണ്ടും അപേക്ഷിക്കുകയാണ്, മകനെ അകത്ത് വരുവേ,
അപ്പോൾ അവൻ പറഞ്ഞ കാര്യങ്ങളാണ് വളരെ ശ്രദ്ധേയം. അവൻ പറയാണ്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. നാം നേരത്തെ കണ്ടു, സ്വത്തിന്റെ ഇരട്ടി പങ്ക് ഈ ജ്യേഷ്ഠപുത്രനും അപ്പൻ കൊടുത്തതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം പോലെ ആ ഇളയ മകൻ ഉപയോഗിച്ചതുപോലെ ആ പണം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ആ സ്നേഹമുള്ള പിതാവ് ജ്യേഷ്ഠപുത്രനും കൊടുത്തിരുന്നു. എന്നാൽ ആ ജ്യേഷ്ഠപുത്രൻ പറയാണ്, ഞാൻ നിന്നെ സേവിച്ചു. എന്തിനു വേണ്ടിയിട്ടാ സേവിച്ചത്? എന്റെ ചങ്ങാതിമാരുമായിട്ട് ആഘോഷിക്കുവാൻ തക്കവണ്ണം, ആനന്ദിക്കുവാൻ തക്കവണ്ണം എനിക്ക് നീ തന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉണ്ടാവാം, എന്തുകൊണ്ട് ആ ജ്യേഷ്ഠപുത്രൻ അപ്പന്റെ ഒരു ആട്ടിൻകുട്ടി എടുത്തുകൂടാ? എന്തുകൊണ്ട്? അപ്പൻ എത്രയോ പ്രാവശ്യം ആ വീട്ടിൽ ആവശ്യം പോലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും അവനോട്, പക്ഷെ അതൊന്നും ഒരു ആനന്ദമായിട്ട് കണ്ടില്ല. അപ്പനോട് കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതും അപ്പനോടുകൂടി സമയം ചെലവഴിക്കുന്നതും അപ്പനോട് സംസാരിക്കുന്നതും കൂട്ടായ്മ ആചരിക്കുന്നതൊന്നും he did not find joy in that. അവന്റെ ആനന്ദം എവിടെയായിരുന്നു? തന്റെ കൂട്ടുകാർ, അപ്പാർട്ട് ഫ്രം ദ ഫാദർ, പിതാവിൽ നിന്ന് വേർപെട്ട് തനിക്കുള്ള ആ ഒരു സർക്കിൾ, അവരുമായിട്ട് ആനന്ദിക്കുക, അതിലായിരുന്നു തന്റെ ആഗ്രഹവും തന്റെ വാഞ്ചയും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഒരേ ഭവനത്തിലാണ് താമസിച്ചത് എങ്കിലും പിതാവിന്റെ അടുത്തൊരു ഇന്റിമസി, ഒരു അഗാധമായിട്ടുള്ളൊരു ബന്ധം, അടുപ്പം ആ ജ്യേഷ്ഠപുത്രനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് കോപം വന്നു. അതുകൊണ്ട് തന്നെ തന്റെ ഇളയ സഹോദരനെ അംഗീകരിക്കാൻ സാധിച്ചില്ല. അത് മുഖാന്തരം ആ പിതാവിന്റെ സ്വരൂപത്തെ പ്രതിബിംബിക്കുവാനൊക്കെ വണ്ണം അതിന് സാധിച്ചില്ല. എത്രയോ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഉപമയിൽ എന്താണ് സംഭവിച്ചതെന്നൊന്നും കർത്താവ് പറയുന്നില്ല. അതിന്റെ അവസാനം ആ മകനോട് അപേക്ഷിക്കുന്ന പിതാവിനെയും ആ മകന്റെ അവസ്ഥയെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിർത്തുക ചെയ്യുന്നത്. നിന്റെ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു, ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യം. ഇവിടെ ശ്രദ്ധിക്കുക, എന്റെ സഹോദരൻ എന്ന് ഒരിക്കലും ഈ ജ്യേഷ്ഠ സഹോദരൻ പറഞ്ഞില്ല. എന്താണ് അവിടെ പറയുന്നത്? 30-ാം വാക്യത്തിൽ, ആട്ടിൻകുട്ടിയെ വേശ്യമാരോട് കൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴോ തടിപ്പിച്ച കാളക്കുട്ടിയെ അവന് വേണ്ടി അർത്ഥം. എന്റെ സഹോദരൻ വന്നു എന്നല്ല അവിടെ പറയുന്നത്. എന്താണ് അവിടെ പറയുന്നത്? യോർ സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ സഹോദരനായിട്ട് എല്ലാ ബന്ധവും അവിടെ അവസാനിച്ചു. ഹീസ് നോട്ട് മൈ ബ്രദർ, ഹീസ് യുവർ സൺ. നിന്റെ മകനായിരിക്കാം, പക്ഷെ ഹീസ് നോട്ട് മൈ ബ്രദർ. എന്നാൽ അതിന് ഉത്തരമായിട്ട് പിതാവ് എന്താണ് പറയുന്നത്? മകനെ, നീ എപ്പോഴും എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. നിന്റെ ഈ സഹോദരന്, യോർ ബ്രദർ, എന്റെ മകൻ എന്നല്ല പറയുന്നത്, നിന്റെ ബ്രദർ, യോർ ബ്രദർ, ആ ഒരു ഹൃദയം അവനില്ലാതെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കർത്താവ് അഡ്രസ് ചെയ്യുന്നത് അന്നത്തെ വിശുദ്ധന്മാരെന്നും ദൈവത്തോട് ഏറ്റവും അടുപ്പം ഉള്ളവരെന്നും അവകാശപ്പെട്ടിരുന്ന പരീശന്മാരോടും ശാസ്ത്രിമാരോടും ഒക്കെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനം പഠിക്കുകയും ദൈവവചനം ചിന്തിക്കുകയും അത് മറ്റുള്ളവരോട് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലുള്ളവരായിരുന്നു ഈ പരീശന്മാർ. അവർക്ക് ഇതാ എല്ലാം ദൂർത്തടിച്ച് മുടിച്ചു കളഞ്ഞ ഒരു വ്യക്തി ദൈവത്തെങ്കിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവരെ അംഗീകരിക്കുവാനോ അവരുമായിട്ട് ബന്ധം വയ്ക്കുവാനോ അവരെ സ്നേഹിക്കുവാനോ അവരോട് ക്ഷമിക്കുവാനോ അവരോട് അനുകമ്പ കാണിക്കുവാനോ ഒന്നും സാധിച്ചില്ല. നെവർ ഹാഡ് intimacy.
സ്വന്തമായിട്ട് എനിക്ക് എൻ്റെ കൂട്ടുകാരുമായിട്ട് ആനന്ദിക്കണം. മൈ ജോയ്, എൻ്റെ സ്വാതന്ത്ര്യം, അതില് അപ്പൻ കൈകടത്തണ്ട, എനിക്ക് തന്നാൽ മതി, എനിക്ക് ആട്ടിൻകുട്ടിയെ തന്നാൽ മതി. ഹൗ ഐ വിൽ സ്പെൻഡ് ഇറ്റ്, ഐ വിൽ ഡിസൈഡ്. ഇത് തന്നെയാണ് നാം നേരത്തെ എബ്രായ ലേഖനത്തിൽ കണ്ടത്. നിർജീവ പ്രവൃത്തി, എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുകയാണ്. അങ്ങനെ ഒരു ജീവിതമാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ ദൈവവുമായിട്ട് ഒരിക്കലും ഒരു ഹൃദയംഗമായിട്ടുള്ള ഹാർദവമായിട്ടുള്ള ഒരു അടുപ്പം വെക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കില്ല. നമുക്ക് യഥാർത്ഥമായിട്ട് ദൈവസ്വരൂപത്തെ പ്രതിബിംബിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുകയില്ല. നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിൽ നിന്ന് നാം അകന്നു തന്നെ ജീവിക്കണം. ദൈവം എന്നേക്കും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവനോട് ചോദിച്ച് ഞാൻ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവനോട് കൺസൾട്ട് ചെയ്ത് ജീവിക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിൽ കൂടി മാത്രമേ ആ ക്രിസ്തുവിന്റെ നിറവിലേക്ക് വരുവാൻ, അവന്റെ സ്വരൂപത്തെ നമ്മുടെ ജീവിതത്തിൽ കൂടി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ, അവന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ലോകം അറിയുവാൻ, അങ്ങനെ ഒരു ജീവിതത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മെ വീണ്ടെടുത്തിരിക്കുന്നതും അത് തന്നെയാണ്. നമ്മെ സ്വന്തമായിട്ട് നാം ദൈവത്തിൽ നിന്ന് ഈ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളായി തീർന്നു. അങ്ങനെ ജീവിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഈ ഒരു ദിവസവും ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ വചനം കേൾക്കുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്ന ഒരു കാര്യമായിട്ട് തീർന്നിട്ടുണ്ടോ എന്നൊരിക്കൽ കൂടി നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുവാൻ, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തുവാൻ, തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ തിരുത്തുവാൻ, കർത്താവെ നിന്നിൽ നിന്നുള്ള നന്മകൾ എനിക്ക് ലഭിക്കുകയും ആ നന്മകൾ ലഭിച്ചതിന് ശേഷം എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എൻ്റെ സ്വന്തം സ്വാതന്ത്ര്യത്തിൽ അവകാശത്തിൽ ജീവിച്ചിരുന്നു, അങ്ങനെ എന്നോട് ക്ഷമിക്കണം. ഇനി മുതൽ കർത്താവെ നിന്നിൽ പൂർണ്ണമായി ചാരിക്കൊണ്ട്, നിന്നിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ ചുവടും കർത്താവിനോട് ചോദിച്ചു, കർത്താവിന് ഹിതകരമല്ലാത്ത എന്തൊരു സ്റ്റെപ്പും എടുക്കാതെ അവനോട് ചോദിച്ച്, അവനോട് കൂട്ടായ്മ ആചരിച്ച്, അവന്റെ വാക്കുകൾ കേട്ട് അവന്റെ വഴിയിൽ നടപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.